ഹലോ ഗൈസ്, സുസം മല്ലു വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും. ഞങ്ങളിപ്പോൾ ഉള്ളത് ഷാർജയിലുള്ള എമിറേറ്റ്സ് ഫാം സ്റ്റേയിലാണ്. ഞങ്ങൾ ഇന്നലെ എത്തിയതാണ്. അപ്പോൾ നമുക്ക് ഫാം സ്റ്റേയുടെ കാഴ്ചകളിലേക്ക് പോകാം. നമ്മുടെ ഫാമിലേക്ക് കയറി വരുന്ന വഴിയാണ് ഇപ്പോൾ നിങ്ങളുടെ ബാക്കിൽ കാണുന്നത് കേട്ടോ. വളരെ മനോഹരമായിട്ട് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് പാർക്കിങ്ങിന് റൈറ്റ് സൈഡിലേക്ക് പോകാനായിട്ടുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവര്. ആ ഭാഗത്തായിട്ടാണ് പാർക്കിംഗ് വരുന്നത്. 10ഓളം വണ്ടികൾ നമുക്ക് ഷെയ്ഡിൽ തന്നെ പാർക്ക് ചെയ്യാം, അല്ലാതെ നമുക്ക് വണ്ടികളവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. തൊട്ടടുത്ത് തന്നെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇതിനൊരു വേറൊരു ഭംഗി എന്ന് പറയാനായിട്ട് ഓരോ സ്ഥലങ്ങളിലും അവർ ഇരിക്കാനും വിശ്രമിച്ച് നമുക്ക് പ്രകൃതി ഭംഗികൾ ആസ്വദിച്ചിരിക്കാനായിട്ട് അവരൊരുപാട് സീറ്റിങ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഗാർഡൻ പോലെ വേറൊരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫൗണ്ടെയിൻസ് കാര്യങ്ങളെല്ലാം കുറച്ച് വർക്ക് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കണ്ടില്ല, ഇവിടെ ഒക്കെ നമുക്ക് ഇരുന്ന് വർത്താനം പറഞ്ഞിരിക്കാൻ പറ്റുന്ന രീതിയിലൊരു സെറ്റ് ചെയ്തേക്കുന്നത്. 9 ഫാമിലിക്ക് സൗകര്യപ്രദമായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു ഫാം സ്റ്റേ ആണിത്. അത് കൂടാതെ 9 ഫാമിലി എന്ന് പറഞ്ഞാൽ 9 റൂം തന്നെ നമുക്ക് ഈ ഫാം സ്റ്റേയിൽ അവൈലബിൾ ഉണ്ട്. അത് കൂടാതെ വലിയ 3 മജ്‌ലിസ്, 3 നല്ല 4 തന്നെ പറയാം, അത്രയും വലിയ മജ്‌ലിസ് അവൈലബിൾ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനൊക്കെ നടത്തുന്ന 100ഓളം ആൾക്കാർക്ക് ഒരുമിച്ച് പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫാം സ്റ്റേ ആണിത്. പിന്നെ കളിക്കാനുള്ള ഒരു ഗ്രൗണ്ട് അവൈലബിൾ ഉണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, റൂംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലക്ഷറി ആയിട്ടുള്ള റൂംസ് ആണ്. എല്ലാ റൂംസിനും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. പിന്നെ നമുക്ക് വേണ്ട ക്രമീകരണങ്ങളെല്ലാം അവർ ചെയ്തു തരുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് കേട്ടോ. ഇപ്പോൾ റൂമിൽ നമുക്ക് വേണ്ട അഡ്ജസ്റ്റ്മെന്റ്സ് ആയാലും എല്ലാ രീതിയിലും അവരത് സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ഡൈനിങ് ടേബിൾ ആയാലും ഒരുമിച്ച് 14 പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു ഡൈനിങ് ടേബിൾ അവൈലബിൾ ആയിട്ടുണ്ട്. വാഷ്റൂംസ് ആയാലും എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ, ടൈഡി, അങ്ങനെ തന്നെ പറയാലോ. അത്രയും നീറ്റായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവരവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വളരെ വിശാലമായ ഒരു സ്വിമ്മിംഗ് പൂള് അവർ ഒരുക്കിയിട്ടുണ്ട്. പുറത്തും നമുക്ക് ബാത്റൂംസ് അവൈലബിൾ ആണ്. ഇതിനൊക്കെ പുറമെ നമുക്കിപ്പോൾ ഒന്ന് കുക്ക് ചെയ്ത് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു കിച്ചൺ, അങ്ങനെ തന്നെ പറയാം, ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു അടിപൊളി കിച്ചൺ അവിടെ ഫാം സ്റ്റേയിലുണ്ട്.
പ്രാർത്ഥിക്കാനായിട്ട് ഒരു മോസ്ക് അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് അതുള്ളത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒന്ന് കൂടിയിരുന്ന് ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യണമെങ്കിൽ ഇതാ ഈ ഏരിയയിൽ നമുക്ക് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത് മാത്രമല്ല, നമുക്ക് ആരോഗ്യകരമായ കാര്യമായിട്ടൊന്ന് ജിമ്മിൽ പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും അവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഈദ് മുബാറക്ക്. ഇന്ന് നമ്മൾ എമിറേറ്റ്സ് ഓർഗാനിക് ഫാമിലാണ്. അപ്പോൾ എൻ്റെ കൂടെ നടക്കുമ്പോൾ എന്നോട് ഇടയ്ക്ക് പറയാൻ മറന്നുകൊണ്ട് ആദ്യം പറയാണ്, ഇവിടെ എല്ലാം നിങ്ങൾ നീട്ടി ശ്വാസം എടുത്തോളാം. നന്നായിട്ട് എത്ര നീട്ടിയെടുക്കാൻ പറ്റുമോ അത്ര നീട്ടിയെടുക്കുക. കാരണം ഇത് ഫുള്ളി ഓർഗാനിക് ആണ്. ഒരു തരത്തിലുള്ള കെമിക്കൽ ഫെർട്ടിലൈസറോ പെസ്റ്റിസൈഡോ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ശുദ്ധമായ ഓക്സിജൻ ഇവിടെ കിട്ടും, വൈറ്റമിൻ ഡി കിട്ടും. പിന്നെ ഇവിടെ തിരിച്ചു പോകുമ്പോൾ നമുക്ക് നിങ്ങൾ സന്തോഷവും സമാധാനവും ആരോഗ്യമായിട്ട് പോകണമെന്നാണ്. ഈ ഒരു വിസിറ്റ് കൊണ്ട് മിനിമം ഒരാഴ്ചത്തേക്കുള്ള ശുദ്ധമായ ഓക്സിജനും വൈറ്റമിൻ ഡിയും ഞങ്ങൾ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാണ്. ഫ്രീ ആണ്, അതിന് പൈസ വേണ്ട. നമ്മൾ തുടങ്ങുകയാണ്. ഓക്കെ. പിന്നെ ഇവിടെ ജിമ്മുണ്ട്. ഈ നടത്തത്തിലൊന്നുള്ള ആരോഗ്യം പോരാ, അതിനപ്പുറം വേണമെന്നുണ്ട്. ഇത് ജിം റൂമാണ്, കണ്ടില്ലേ. ഇന്ന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നടക്കാം. ഏതാണ്ട് 800 മീറ്റർ ഉണ്ട് ഈ നടത്തം. 800 അല്ല 850 മീറ്റർ ഉണ്ട്. വൈകുന്നേരം ആ കോർണറിലോ അല്ലെങ്കിൽ ഇതിന്റെ മുകളിലോ പോയി കഴിഞ്ഞാൽ നല്ല സൺസെറ്റ് കാണാൻ പറ്റും. രാവിലെ എഴുന്നേറ്റ് വന്നാൽ സൺറൈസും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ഓക്കെ, വന്നോളൂ. ഇപ്പോ നിങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നില്ലേ, ഇപ്പൊ ഇവിടെ നിന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീലും വ്യത്യാസം വരുന്നുണ്ടോ? നിങ്ങൾക്ക് ചൂടില്ല. ഇതുകൊണ്ട് തന്നെയാണ് നീലകണ്ഠൻ സാറെ പോലത്തെ ആളുകൾ നമ്മോട് പറയുന്നത് മരം വെച്ച് പിടിപ്പിക്കണം, മരം മുറിച്ച് കളയരുത് എന്ന്. ഇപ്പൊ വ്യത്യാസം മനസ്സിലായല്ലോ, ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അവിടെ നിങ്ങൾ പറയുന്നത് ചൂടാണ്, ഇവിടെ ചൂടില്ലല്ലോ. ഇതാണ്, ഇവർ നമ്മളെ സഹായിക്കുന്നത് മാത്രമാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താ സാധനം? അലോവേര, കറ്റാർവാഴ. നല്ല പേരൊക്കെ അറിയാം. ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണ്? മുടിക്ക് നല്ലതാണ്, സ്കിന്നിന് നല്ലതാണ്. മുടി. ഓക്കെ സാറല്ലേ, അതൊക്കെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാ.
ഓക്കെ. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇതിന്റെ ബ്യൂട്ടി ആയിട്ട് ബന്ധപ്പെട്ടത് മാത്രമാണ്. പക്ഷേ ഇതുകൊണ്ട് അകത്തോട്ട് കഴിക്കാൻ പറ്റും. അതായത് കറ്റാർവായന്റെ ജെല്ലെടുത്തുകൊണ്ട് നമുക്ക് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാൻ പറ്റും. കറ്റാർവായയുടെ ജെല്ലെടുക്കുക, ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇടുക. ആ ചൈനയുടെ എലിഫന്റ് ഇഞ്ചി അല്ല കേട്ടോ, ഇന്ത്യയുടെ ഇഞ്ചി വേണം. ഇഞ്ചി ഇടുക, സ്വല്പം പുതിന ഇടുക, നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശരിച്ചെടുത്തിട്ട് ചെറുനാരങ്ങ നീര് ചേർക്കുക. ആവശ്യമുള്ളവർക്ക് തേന് മധുരത്തിന് ചേർക്കുക. അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു അസുഖം വരാറുണ്ട് 50 വയസ്സ് 60 ശേഷം. എല്ലാവർക്കും വന്നോളന്നില്ല കേട്ടോ. അതിന് നല്ലതാണ്. നെഞ്ചരിച്ചിൽ, ഗ്യാസിന്, പൊണ്ണത്തടി, കൊളസ്ട്രോള്, പ്രമേഹം, ഇതിനെല്ലാം നല്ലതാണ്. അതേപോലെ തന്നെ ഈ വായ്നാറ്റം, മോണയുടെ പ്രശ്നം, ഹൃദയത്തിന് നല്ലതാണ്, തലച്ചോറിന് നല്ലതാണ്, എല്ലാറ്റിനും നല്ലതാണ്. പക്ഷേ കിഡ്നിയുടെ അസുഖമുള്ള ആളുകൾക്ക്, ഇതിനകത്ത് പൊട്ടാഷ്യന്റെ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് കിഡ്നിയുടെ അസുഖമുള്ളവർക്ക് ഇത് ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഇതിൽ ആയുർവേദ ഡോക്ടർമാരോ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ അവർ കൂടുതൽ പറഞ്ഞുതരും. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് തള്ളാൻ സംശയമുള്ളവർക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്നതിൻ്റെ ഡബിൾ ഗൂഗിൾ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് കറ്റാർവായ അകത്തോട്ടുകൂടി കഴിക്കാൻ പറ്റുന്നതാണ്. കിഡ്നിന്റെ രോഗമുള്ളവർക്ക് അത് തീരെ കഴിക്കരുത് എന്നല്ല, പൊട്ടാഷ്യം കണ്ടന്റ് അധികമായതുകൊണ്ട് മറ്റുള്ളവർ കഴിക്കുന്നത് പോലെ കഴിക്കാതിരിക്കുകയാണ് നല്ലത്. ഓക്കെ. ഞാനൊരു ചെടിയെ പരിചയപ്പെടുത്തി മാത്രമാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ആരുപയോഗിക്കുകയാണെങ്കിലും നിങ്ങൾ ചികിത്സിക്കുന്ന ആളോട് ചോദിച്ചിട്ട് ഉപയോഗിക്കുക. ഒക്കെ വ്യത്യസ്തമായ ആളുകളായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഗുണമുണ്ട്, ബ്യൂട്ടിക്ക് മാത്രമല്ല അകത്തോട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. ഇത് നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മണത്ത് നോക്കിക്കോളൂ, പിടിച്ചോളൂ. അതിനൊന്നുമില്ലല്ലോ, എന്താ വാങ്ങാനൊരു മടി? അങ്ങനൊക്കെ ഇതിന് പറയാറുണ്ട് കർപ്പൂര തുളസിയൊന്നും, പക്ഷെ എനിക്കത് അറിയില്ല. ഓക്കെ. ഞാനിപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും മണക്കുന്നുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ആരെങ്കിലും തന്നാൽ എട്ടിനെ എടുത്ത് മണക്കാൻ പാടില്ല. ചിലപ്പോൾ നിങ്ങൾ ബോധം കെട്ടുപോകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇത് സാരല്ല. ഓക്കെ. ഇത് മണത്തോളൂ. ഇതിന്റെ പേരാണ് ഹബ്ബക്ക് എന്ന് അറബിയിൽ പറയും. ഇതിന് മെന്താ ലോങ്ങിഫോലിയ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. മെന്താ ലോങ്ങിഫോലിയ ടൈപ്പ് ചെയ്തോളൂ. അല്ലാതെ ഇതിന് നിങ്ങൾ ഹബ്ബക്ക് എന്ന് മാത്രം അടിച്ചാലും മതി. പിന്നെ ഇതിന് മറ്റേ ഡിസേർട്ട് മിന്റ്, ബ്രീക്ക് മിന്റ്, ഫില്ലി മിന്റ്, ഇങ്ങനെ എല്ലാം പേരുണ്ട്. മിന്റ് വർഗത്തിൽപ്പെട്ടത് തന്നെയാണ്. ഇതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ആർക്കെങ്കിലും ഗ്യാസ് കൊണ്ട് പ്രശ്നമുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തിളപ്പിച്ച് കുടിക്കുക. 10 മിനിറ്റിൽ ഗ്യാസ് മാറുന്നതാണ്. സഹോദരിമാർക്ക് ചില സമയത്ത് പെയിൻഫുൾ ബ്ലീഡിങ് അല്ലെങ്കിൽ ഹൈ ബ്ലീഡിങ് വരാറുണ്ട്. അതിന് നല്ലതാണ്. ഉലുവക്കെല്ലാം പകരമായി തിളപ്പിച്ച് കുടിച്ചാൽ മതി. അതിനും അപ്പുറം ഡാൻഡ്രഫിന്റെ പ്രശ്നമുള്ളവർക്ക് അല്പം വിനാഗിരി ചേർത്തിട്ട് ഇത് പേസ്റ്റ് ആക്കുക, തലയിൽ അപ്ലൈ ചെയ്യുക. ഡാൻഡ്രഫ് 2 ദിവസം കൊണ്ട് പമ്പക്കും അപ്പുറം കടന്നു പോകുന്നതാണ്. ഇതിന് തൈ വേണമെങ്കിൽ വാങ്ങാൻ കിട്ടും, ഇത് വേണമെങ്കിൽ തലയും വീണും വാങ്ങാൻ കിട്ടും. ഹബ്ബക്ക് കൂടുതൽ അറിയാൻ ഹബ്ബക്ക് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. ഓക്കെ. അടുത്തതിലോട്ട് പോകാം. പിന്നെ ഇത് അറിയാലോ, എല്ലാവർക്കും അറിയാലോ. ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ പൂവ് ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. പോന്നു. ഓക്കെ. ഇതെന്നാ എല്ലാവർക്കും അറിയാം. എന്നാലും മണത്തോളൂ, പ്രശ്നമൊന്നുമില്ല. എന്താണ്? കറിവേപ്പിലല്ലേ എന്ന് നിസ്സാരവൽക്കരിച്ചൊരു ചോദ്യമാണ്. ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട്. ഈ കറിവേപ്പ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കറിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. എന്തിനാണ് കറിയിൽ ഉപയോഗിച്ചത്? മണത്തിനും രുചിക്കും വേണ്ടി മാത്രമായിരുന്നില്ല. ഇതിനകത്തൊക്കെ എന്തെങ്കിലും വിഷാംശങ്ങൾ ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാനും കൂടി ആയിരുന്നു. പക്ഷേ ഇതേ കറിവേപ്പ് ഇന്ത്യയിൽ നിന്നുള്ളത് UAE 3 വർഷം നിരോധിച്ചിട്ടുണ്ടായിരുന്നു. പലർക്കും അറിയണ്ടാവും. എന്തിനാണ് നിരോധിച്ചെന്നറിയോ? ഏത് വിഷമായിരുന്നു അറിയോ? എൻഡോസൾഫാൻ. എൻഡോസൾഫാൻ്റെ വേണം പറഞ്ഞു തരണ്ടല്ലോ. അതായത് ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്. കറിവേപ്പിന് ഇത്രയും ഔഷധ ഗുണമുണ്ട്, പക്ഷേ അതിലൊരു കീടം പോലും വരാതിരിക്കാൻ എൻഡോസൾഫാൻ്റെ കാസർഗോഡ് അറിയാലോ, പറഞ്ഞു തരണ്ടല്ലോ. അതടിച്ചിട്ട് 3 വർഷം UAE നിരോധിച്ചിട്ടുണ്ടായിരുന്നു ഈ സാധനം. ഇനി ഇത് നമുക്ക് എല്ലാവരും കറിയിൽ ഉപയോഗപ്പെടുത്താം. ഇതെടുത്ത് കളയേണ്ട സാധനമല്ല. കറിവേപ്പില പോലാന്ന് പറയാമല്ലോ. കറിവേപ്പില ശരിക്കും കഴിക്കേണ്ട സാധനമാണ്. ഇത് വയറിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ മോരിലൊക്കെ അരിച്ച് എല്ലാവരും കുടിക്കുന്നുണ്ടാവും. ഇഞ്ചിയിലൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ജ്യൂസ് അടിച്ച് കുടിക്കാൻ പറ്റും. എല്ലാത്തിനും വളരെ നല്ലതാണ്. ഹൃദയത്തിന് മൊത്തത്തിൽ, വായിൽ പുണ്ണുള്ളതിന് വളരെ നല്ലതാണ്. എല്ലാത്തിനും മൊത്തത്തിൽ നല്ലതാണ് ഈ സാധനം. ഓക്കെ. ഉമ്മമാർക്കും അമ്മമാർക്കും മാത്രമല്ല അച്ഛന്മാരും കണ്ടു വെച്ചോളൂ. എന്താ സംഭവം? പനിക്കൂർക്ക. എന്താണ് പനിക്കൂർക്കന്റെ ഗുണം? ഒച്ചത്ത് പറഞ്ഞോളൂ. ജലദോഷം, കഫക്കെട്ട്. ഓക്കെ. ഇതിന് എളുപ്പത്തിൽ നമ്മൾ പറയുന്ന മറ്റൊരു രീതിയുണ്ട്. അതായത് വീട്ടിലെ പീഡിയാട്രീഷ്യൻ നിന്ന് വിളിക്കാറുണ്ട്. അതായത് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും നല്ല സംഭവം ഉള്ളത്. നമ്മുടെ എല്ലാവരുടെ വീടുകളിലും 2 ചെടികൾ വളർത്തണമെന്ന് പറയാറുണ്ട്. ഏതാണെന്നറിയോ? 2ാമത്തെ ചെടി? 1ാമത്തതോ? പനിക്കൂർക്ക. ഓക്കെ. ഈ 2ഉം വീട്ടിലുണ്ടെങ്കിൽ പനിക്കൂർക്ക കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. വിരശല്യത്തിന്, കുട്ടികൾക്കെല്ലാം നമ്മൾ 6 മാസത്തിലൊക്കെ അത് ഇതെല്ലാം ഡോക്ടർമാർ അത് കൊടുക്കാനില്ല. ഈ ഇതിൻ്റെ നീര് കൊടുത്താൽ മതി. നമുക്ക് തലയിലുള്ള പ്രശ്നത്തിന്, വലിയവർക്കും വിരശല്യത്തിന് നല്ലതാണ്. പിന്നെ കടലപ്പൊടിയിലൊക്കെ വൈകുന്നേരം ഇതൊന്ന് മുക്കി പൊരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ അതൊരു കഴിച്ചോളും, പഴംപൊരിയൊക്കെ പോലെ. പക്ഷെ അതിൻ്റെ ആരോഗ്യ ഗുണം കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഒഴിവാക്കേണ്ട സാധനമല്ല, കിട്ടുന്ന അത്ര വീട്ടിലൊക്കെ വളർത്തുക. പനിക്കൂർക്ക, പിന്നെ മഞ്ഞാവര, പല നാട്ടിൽ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. കഞ്ഞിക്കൂർക്കൽ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ. കണ്ണുകൾ ശ്രദ്ധിക്കണേ.
പോംഗ്രാനൈറ്റ്, അനാറ്, മാതളം എന്നൊക്കെ പറയുന്നത് ഇതെല്ലാവർക്കും അറിയുന്നതാണ്. മെയിൻലി ഇതിന്റെ പല്ലിന് നല്ലതാണ്, ഹൃദയത്തിന് നല്ലതാണ്, രക്തക്കുറവിന്റെ പ്രശ്നമുള്ളവരുണ്ട്, വളർച്ചൊക്കെ വരുന്ന ആളുകൾ, അവർക്കെല്ലാം നല്ലതാണ്. ഇതിന്റെ ഉള്ളിലുള്ള പഴം മാത്രമല്ല തൊലിയും തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ്. പക്ഷെ തൊലി തിളപ്പിച്ച് കുടിക്കുമ്പം നല്ല കയ്പുണ്ടാവും. പിന്നെ ഏതും ഇവിടെയുള്ള തിളപ്പിച്ച് കുടിക്കണമെന്ന് പറയുമ്പോൾ അലൂമിനിയം പാത്രം ഉപയോഗിക്കരുത്, ഒന്നുകിൽ സ്റ്റീൽ അല്ലെ മൺപാത്രം. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ഇത് ബേരി എന്ന ചെടിയായിരുന്നു, ഇപ്പൊ പരിചയപ്പെടുത്തിയിട്ട് കാര്യമില്ല, അതിന്റെ കഴിഞ്ഞു, ഫലം തീർന്നു, ഇവിടെ തരാനില്ല. പക്ഷെ ഇതിന്റെ ചെറിയ ഫ്രൂട്ടിൻ്റെ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റും. ഇതിൽ 4 ഐറ്റംസ് ഉണ്ട്. അതിൽ പെട്ടത് തന്നെയാണ് ബേരി, ജുജുബി, എലന്തപ്പഴം, ചൈനീസ് ആപ്പിൾ, ഇന്ത്യൻ പ്ലം, റെഡ് ഡേറ്റ്സ്, ഇങ്ങനെയൊക്കെ പല പേരുണ്ട് ഇതിന്. ഇതിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ആങ്സൈറ്റി, അബുദാബിയിലൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ ദുബായിലുള്ള ഉറക്കം വരൂല, അല്ല അങ്ങനെ പ്രശ്നം ഉണ്ടാവും, ആ ചൈനീസ് ഡേയ്സിൽ പറയും. പിന്നെ ഉറക്കക്കുറവിന് നല്ലതായിരുന്നു ഈ ഫ്രൂട്ട്. ഉറക്കക്കുറവിനായിട്ട് മൊബൈലിൽ കളിച്ചിട്ട് വരാത്ത ഉറക്കല്ല, നമ്മൾ കിടന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിക്ക് ഉറക്ക് വരില്ല, അതിന് നല്ലതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉള്ളതായിരുന്നു. പക്ഷേ തീർന്നു പോയി. ഇതിൽ തന്നെ ഇതേ ജനിച്ചപ്പെട്ട ഒരു പഴം ഉണ്ട് ഇവിടെ, 90 വയസ്സിലും 25ന്റെ യൗവനായിട്ടുണ്ടാവും. പ്രത്യേകിച്ച് അത് പുരുഷന്മാർക്കാണ്. ആ മരം ഞാൻ കാണിച്ചു തരും, ഫ്രൂട്ട് കാലിയാക്കരുത്, ആവശ്യക്കാരുടെ പൈസ കൊടുത്താൽ കിട്ടും. ഓക്കെ, വന്നോളൂ. അത്തിപ്പഴം, ഇതിന്റെ നമ്മളൊരു ഫാം ഉണ്ട് ഇവിടെ, അതിൽ കാണിച്ചു തരും. അതായത് നമ്മുടെ പോളി ഹൗസ് ആയിട്ട്. ഇത് മൾബറി ആണ്, ഇത് വൈറ്റ് മൾബറി ആണ്, ഇത് പാകമായതാണ്. ഞാൻ പറിക്കുന്നുണ്ട്, എല്ലാവരോടും പറിച്ചു തരണ്ട, ഞാൻ പറിച്ചോളും. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തർക്ക് ഓരോന്ന് സെർവ് ചെയ്തോളൂ മാഡം. ഓരോന്ന് ഇത് പഴുത്തതാട്ടോ, മധുരാണ് ഉണ്ടാവുക. കഴിച്ചോക്ക്, മധുരം തന്നെ അല്ലേ, ഒന്നാദ്യം കടിക്കും. മധുരം അല്ലെങ്കിൽ വരം തരും കേട്ടോ, ബാക്കി പറിക്കണ്ടല്ലോ. ഇത് പാകിസ്ഥാൻ്റെതാണ്, നമ്മൾ ഇന്ത്യൻ്റെ നല്ല റെഡ് ആയിട്ട് കാണാറുണ്ട്. അവിടെയൊക്കെ അതുപോലെ ആയതുള്ള എടുത്ത് പറിച്ച് കഴിച്ചോളൂ, ഓരോന്ന് കഴിച്ചോളൂ. ഞാനങ്ങ് പോയാൽ വിസിലടി വരും, ഇപ്പോഴേ അങ്ങ് കിട്ടും കഴിക്കാൻ. മധുരം ഉണ്ടല്ലേ? ആ, അങ്ങോട്ട് കൊടുക്കും. അത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഞാനൊന്ന് തുടങ്ങിയാൽ പിന്നെ ആൾക്കാർ പോയിക്കോളും. അവിടെ നിന്നൊക്കെ കിട്ടുന്നത് പറിച്ചോളും. ഇത് വൈറ്റ് കളറാണ്, ചുവന്ന കളറുണ്ട്. ഇത് പാകിസ്ഥാൻ്റെതാണ് ഈ സാധനം. ഓക്കെ, മാങ്ങ, അത് ഞാൻ പറഞ്ഞതിന്റെ കാര്യമില്ലല്ലോ, മാങ്ങേണ്ടത്. നമുക്കിനി കാരറ്റ്, മാങ്ങ ജ്യൂസ് എല്ലാം ഉണ്ട്. പക്ഷെ മാങ്ങയിൽ നമ്മളെല്ലാവരും മിൽക്ക് ഷേക്ക് അടിച്ച് കുടിക്കാറുണ്ട്. പക്ഷെ ശരിക്കും അത് കുടിക്കരുത് എന്നാണ് ആയുർവേദ പ്രകാരം. നമുക്ക് വിരുദ്ധാഹാരങ്ങൾ എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ഈ അടുത്ത് നിങ്ങൾക്ക് അറിയണ്ടാവും, എറണാകുളത്ത് വെച്ചിട്ട് ഏതാണ്ട് 1-2 വർഷം മുമ്പ് അച്ഛനും അമ്മയോടും പോയിട്ട് ബാംഗ്ലൂരിൽ നിന്നും ഒരു മെഡിക്കൽ സ്റ്റുഡന്റിനെ കൂട്ടി കൊണ്ടുവരുന്നു. എറണാകുളത്ത് വെച്ച ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ആ കുട്ടി പെട്ടെന്ന് മരിച്ചുപോയി. ചെമ്മീൻ ബിരിയാണിയുടെ മേത ലെമൺ ജ്യൂസ് കുടിച്ചതാണ് അത് കണ്ടെത്തിയത്. ഹോട്ടലേറെ പ്രശ്നമായിരുന്നില്ല. അപ്പോൾ അത് എല്ലാവർക്കും അതുപോലെ സംഭവിക്കണമെന്നില്ല. അപ്പോൾ വിരുദ്ധാഹാരം അങ്ങനെ ചില ഒരു പ്രശ്നം വരുന്നുണ്ട്. അതുപോലെയാണ് മാങ്ങ ശരിക്കും പാലടിച്ച് കുടിക്കരുത് എന്നാണ് പറയുന്നത്. പക്ഷെ എല്ലാവരും നമ്മൾ മിൽക്ക് ഷേക്ക് കുടിക്കാറുണ്ട്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി മാങ്ങ ആവട്ടെ, കാരറ്റ് ആവട്ടെ, ഇതിനേക്കാളൊക്കെ ഗുണമുള്ളതാണ് മുരിങ്ങ. അത് നല്ലതാണ്, എല്ലാ വൈറ്റമിൻസും, ആണുങ്ങൾക്കാലും പെണ്ണുങ്ങൾക്കാലും നല്ല സാധനമാണ് മുരിങ്ങ. ഇവിടെ ഉണ്ട്, മുരിങ്ങൻ്റെ കായുണ്ട്, പൂവുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ആവശ്യക്കാർക്ക് കിട്ടുന്നതാണ്. ഓറഞ്ച്, ഇത് വൈറ്റമിൻ സി അതായത് കൂടുതലുള്ളതാണ്. ഇത് നല്ല പുളിപ്പാണ് ഇവിടെ ഉള്ളതിന്. നിങ്ങൾക്ക് ജ്യൂസ് അടിക്കാൻ പറ്റും, കബാബിന്റെ മേതൊക്കെ വെക്കാൻ പറ്റും, അച്ചാർ ഇടാൻ പറ്റും. ഈ റാണി രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്ന മെക്സിക്കൻ ചീര അല്ലെങ്കിൽ ചായമൻസ എന്ന് പറയുന്ന ചീരയാണ്. വലുതായി വരുന്നതേ ഉള്ളൂ. ചായമൻസ നമുക്ക് ഏറ്റവും നല്ല ഗുണങ്ങളുള്ളതാണ്. പക്ഷേ അത് കഴിക്കണമെങ്കിൽ 20 മിനിറ്റ് തിളപ്പിക്കണം. ഇതിനകത്തൊരു കട്ടുണ്ട്, നമ്മുടെ കപ്പയുടെ ഒക്കെ പറഞ്ഞ മാതിരി. 20 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല സാധനമാണ്. അല്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പടിയായേക്കാം. സയനൈഡ് പോലെ അതിനകത്തൊരു പോയിസന്റെ കണ്ടന്റ് ഉണ്ട്. ഓക്കെ, അങ്ങോട്ടങ്ങ് പാസ് ചെയ്ത് പോയിക്കോളും. ഓക്കെ, പുതിന, നിങ്ങൾ ആ പുതിന ഒന്ന് തൊടൂ, ജസ്റ്റ് മണത്തോളെ കൈ. പിന്നെ ഓക്കെ, പുതിന അല്ല, ഇത് അത്ര നിസ്സാരവൽക്കരിക്കേണ്ട ഒരു സാധനമല്ല പുതിന. അതായത് നമുക്കിവിടെ കാലാവസ്ഥ 2 രീതിയിൽ ഇവിടെ കാണും, ഒന്ന് ചൂട്, ഒന്ന് തണുപ്പ്. ഈ രണ്ടിനാലും ആളുകൾക്ക് ചിലപ്പം വലിയ ഈ അലർജിയൊക്കെ, തുമ്മല്, ചീറ്റല്, തൊണ്ടവേദന ഒക്കെ വരും. ഇതിന് നല്ലൊരു സംഭവമാണ്. ഇവിടെ നമുക്ക് എല്ലാ സ്ഥലത്തും കിട്ടും പുതിന, നല്ല പുതിന. അത് കിട്ടുന്നതെല്ലാം നല്ലതെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഈ പുതിനയും പെരിഞ്ജീരകം അല്ലെങ്കിൽ വലിയ ജീരകം എന്ന് പറയുന്ന ഹോട്ടലിലൊക്കെ പുറത്ത് പച്ച കളറിൽ കാണും. ആ ജീരകം കൂടി ഇട്ട് കഴിഞ്ഞിട്ട് തിളപ്പിക്കുക, നന്നായിട്ട് തിളപ്പിച്ച്. ഒരു 4 ഗ്ലാസ് വെള്ളത്തിലാണ് വെച്ചതെങ്കിൽ 3 ഗ്ലാസ് ആക്കി വറ്റിക്കുക. ആ ഇതും തിളപ്പിക്കാൻ അലൂമിനിയം ഉപയോഗിക്കരുത്. ആ വെള്ളം, കുടിക്കുന്ന വെള്ളം അതാക്കി മാറ്റിക്കഴിഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഈ തുമ്മലോ ചീറ്റലോ കാലാവസ്ഥ മാറ്റത്തിൻ്റെ പ്രശ്നം ഒന്നും ആവശ്യമില്ല. പ്രത്യേകം പോയിട്ട് വാക്സിനേഷൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇംഗ്ലീഷിനോ ശാസ്ത്രത്തിനോ ഒന്നും എതിരുള്ള ആളല്ല കേട്ടോ. ഇങ്ങനെയൊക്കെ നമുക്ക് ചില പൊടിക്കൈകൾ ഉണ്ട് എന്ന്. ഇവിടെ ഇപ്പോൾ ആർക്കെങ്കിലും മൈഗ്രൈൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ മാറ്റി കാണിച്ചു തരും ഞാൻ. ഇവിടെ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് മാറ്റി കാണിച്ചു തരും. ഗ്യാരണ്ടി ഉള്ളത് നമ്മൾ പറയുന്നുള്ളൂ. ഓക്കെ, ഇത്രയും ഗ്യാരണ്ടി തരുന്ന ഒരു ഫാം കാണാൻ പറ്റില്ല. വീണ്ടും നമ്മൾ എത്തുന്നത്, അതായത് പശുവിൻ്റെ ചാണകവും മൂത്രമാണ് ഇവിടെ ഈന്തപ്പനക്ക് പോലും നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങളോട് എല്ലാവരോടും ഇവിടം വരെ നീട്ടി ശ്വാസം എടുക്കാനാണ് പറഞ്ഞത്. നീട്ടി തന്നെ എടുക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് പോയി നമ്മളൊരു കോഴിക്കൂട്ട് കയറും. അവിടെ നിന്ന് നിങ്ങൾ തീരുമാനിക്കുക എങ്ങനെ വലിക്കണം എന്നുള്ളത്. കോഴിക്കൂട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും നീട്ടി വലിക്കുക. ഓക്കെ, പുതിന ആരും പറിക്കാതെ ഒന്ന് തൊടു, കൈകൊണ്ട് വെറുതെ ഒന്ന് തൊടുക.
ആ കൈ ഒന്ന് മണത്തോളൂ, ഇനി പറിച്ചു മണത്തോളൂ. അതായത് ഇത് ഒറിജിനൽ എങ്ങനെ ഉണ്ടാവും മണമെന്ന് പറഞ്ഞുതരാൻ വേണ്ടി മാത്രമാണ്. ഇതാണ് അക്വാപോണിക് സിസ്റ്റം. അതായത് ഒട്ടും മണ്ണില്ല ഇതിന്. മീനിന്റെ വേസ്റ്റുകൾ നമ്മൾ ഇതിലൂടെ കടത്തി വിടുക ചെയ്യുന്നത്. വെള്ളത്തിലൊരു മോട്ടർ വെച്ചിട്ട് ആ മീനിന്റെ വേസ്റ്റ് ചെടികൾ വലിച്ചെടുത്തിട്ട് അവരുടെ ഫെർട്ടിലൈസർ ആക്കി മാറ്റുകയാണ്. ശേഷം അത് ശുദ്ധീകരിച്ചിട്ട് അതേ വെള്ളം തിരിച്ചങ്ങോട്ട് തന്നെ വിടും. ഇത് ബ്രഹ്മി എന്ന് പറയുന്ന ചെടിയാണ്. ബ്രഹ്മി എന്താണെന്നറിയാലോ? ബ്രഹ്മിട്ടോളം കേട്ടിട്ടില്ലേ? തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്ന സാധനമാണ്. ഇത് ഉണ്ടാക്കേണ്ടത് എടുത്തിട്ട് വൃത്തിയാക്കുക, ഫാൻ്റെ അടിയിലോ മറ്റോ വെച്ച് ഉണക്കണം, വെയിലത്ത് വെച്ച് ഉണക്കരുത്. ശേഷം ഒട്ടും വെള്ളമില്ലെങ്കിൽ 45 ദിവസം തേനിൽ കുപ്പിയിൽ ഗ്ലാസ് ആയിരിക്കണം, 45 ദിവസം ഇട്ട് വെച്ചതിന് ശേഷം 1 സ്പൂൺ രാവിലെ വൈകിട്ടും പ്രത്യേകിച്ച് കുട്ടികൾക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും എല്ലാം ഉണ്ടാവും. അക്വാപോണിക്സ് ആണ്. ജെയിംസ് റക്കോസി എന്ന് പറയുന്ന ആളാണ് ഇങ്ങനെ ഒരു സിസ്റ്റം ആക്കിയത്. അക്വാപോണിക്സ് എന്നോണ്ട് 1970 അദ്ദേഹം ഇങ്ങനത്തെ ഒരു സിസ്റ്റം കണ്ടുപിടിച്ചത്. പക്ഷേ അക്വാപോണിക്സ് സിസ്റ്റം എന്നോണ്ട് വെള്ളം, അതാ പറഞ്ഞത്, മീനിന്റെ വേസ്റ്റുള്ള മോട്ടർ വെച്ചിട്ട് 1.5 മണിക്കൂറും 15 മിനിറ്റ് പാസ്സാവും. അതേ വെള്ളത്തിലുള്ള കച്ചറകൾ മീനിന്റെ വേസ്റ്റ് ഇവർ വലിച്ചെടുക്കും. അത് മാത്രമേ ഇതിനുള്ളൂ. ഇതിൽ വേറെ മണ്ണില്ല. കണ്ടില്ലേ? ഈ വേര് മാത്രം അങ്ങോട്ട് ഇറങ്ങി പോവുക ചെയ്യുന്നത്. അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് ഇതിൻ്റെ അകത്തുള്ള കല്ല് ഈ ചെടികൾ നേരെ വെക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഹൈഡ്രോസ്റ്റോൺ വെച്ചതാണ്, മണ്ണല്ല. ഓക്കെ, അതാണ് ഈ സംഭവങ്ങൾ ഇതിനകത്ത് ഉണ്ടായതാണ്. ഇവരിതിൽ നിന്ന് പോകുന്ന ചെടികൾക്ക് വളരാനുള്ള പന്തലാണ് കേട്ടോ. ചെറിയൊരു കുപ്പി, ഇത് ചെറിയതല്ല നിങ്ങൾ കാണുന്ന ബോട്ടിൽ. പക്ഷേ ചെടികൾക്ക് ആവശ്യമുള്ള മാക്രോ മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം ഇങ്ങനെ കിട്ടും, അവർ വളർന്നു പോയിക്കോളും. ഇതാണ് അക്വാപോണിക്സ്. രണ്ടാമത്തേത് ഫിഷ് പാ. ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാണ്. ഈ ബെഡിലെ മോളിരിക്കുന്ന മാതിരി കാൽ അങ്ങോട്ട് ഇട്ടിരുന്ന് കാൽ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ ഫിഷ് പാ നിങ്ങളെ കാല് ചെയ്ത് കൊണ്ടുവരും. ഫിഷ് പാ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻ്റയർ നെർവസ് സിസ്റ്റം സ്റ്റിമുലേറ്റ് ചെയ്യും, ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കും, കാലിൻ്റെ അടിയിലുള്ള ഏജായ സ്കിന്നൊക്കെ മാറ്റി നല്ല സോഫ്റ്റ് സ്കിന്നാക്കി മാറ്റിത്തരും. നല്ലതാണ്. ചെയ്താൽ 10 ദിർഹംസ് കൊടുത്താൽ മതി, അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. റേഡിഷ് നമ്മൾ എല്ലാവരും മാർക്കറ്റിലൊക്കെ കാണുന്നതാണ്. റേഡിഷ് കാരറ്റ് പോലെ തന്നെ വെളുത്ത കളറിൽ താഴോട്ട് ഇറങ്ങി പോകുന്ന ഇതാണ് റേഡിഷ്. ഓക്കെ, ഇതിന്റെ റെഡ് കളറുള്ള ഉരുണ്ടതെല്ലാം ഉണ്ട്. ഇതിന്റെ ഇലയും കായും കഴിക്കാൻ പറ്റും. പ്രത്യേകിച്ച് വയറ് ശുദ്ധിയാക്കാൻ ഏറ്റവും നല്ലതാണ്. മലബന്ധത്തിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് കഴിച്ചാൽ മതി. ഏറ്റവും നല്ല സാധനമാണ് റെഡിഷ്. ജർജീർ രക്തോട്ടം വർദ്ധിപ്പിക്കുന്ന, അതായത് നമുക്ക് ചില ക്ഷീണം ഉന്മേഷക്കറൊക്കെ തോന്നുകയാണെങ്കിൽ അവർക്കൊക്കെ നല്ലതാണ് ജർജീറിന്റെ ഇല. ഓക്കെ, നന്നായിട്ട് രക്തോട്ടം വർദ്ധിപ്പിക്കുന്ന ഒരു സാധനമാണ്. കോളിഫ്ലവർ, ക്യാരറ്റ്, ഉള്ളി, ചൊരക്ക, മല്ലിച്ചപ്പ്, പൊതീന, ഇതെല്ലാ സാധനങ്ങളും കൃഷി ചെയ്യുന്ന ഒരു ഏരിയ ആണിത്. ഇതിനകത്ത് നമ്മൾ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, കംപ്ലീറ്റ് ഓർഗാനിക് ആണ്. ഇനി നമ്മൾ കയറി ഇറങ്ങുമ്പോൾ വീണ്ടും ശ്വാസം നന്നായിട്ട് വലിക്കുക. ഇത് ഏത് കോഴിയാന്ന് പേര് അറിയാവുന്നവരുണ്ടോ? ആ പിറകിലുള്ള എന്റെ പേരെന്താ? ഫ്രണ്ടിലോ? 2 മൈലിൽ തന്നെ, അതാണ് സംഭവം. ഓക്കെ, സാധാരണ കുട്ടിയോട് ചോദിച്ചാൽ പെട്ടെന്ന് പീക്കോക്കാ പറയാ. പീക്കോക്ക് ഫ്രണ്ടിലുള്ളതാണ്, അത് പി ഹെന്നാണ് കേട്ടോ പിറകിലുള്ളത്. ഓക്കെ, കോഴികൾക്ക് വെറും തീറ്റ മാത്രമല്ല കൊടുക്കുന്നത്, ഓരോ ദിവസം ഞങ്ങൾ മാറി മാറി ഇലകൾ കൊടുക്കും. പപ്പായയുടെ ഇല, കറിവേപ്പ്, മുരിങ്ങയുടെ ഇല, പുതിന, മല്ലിച്ചപ്പ്, പാസ്ലി, പുല്ല്, അങ്ങനെ മാറി മാറിയിട്ട് ഓരോ ഇലകൾ നമ്മളെ കോഴികൾക്ക് എല്ലാ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കും. കയറിക്കോളൂ. 1234 കുഞ്ഞുങ്ങൾ ഒരേ സമയത്ത് വിരിക്കാനുള്ള ഇൻക്യുബേറ്റർ സിസ്റ്റം ഉണ്ട് നമുക്ക്. അതൊക്കെ കാണിച്ചു കേട്ടോ. മാസ്ക് ആവശ്യമുള്ളവർക്ക് വെക്കാം. ഈ കോഴികൾ 24 hours ആക്റ്റീവ് ആണ്. രാവും പകലും അറിയാതെ കുകിക്കൊണ്ടൊക്കെ ഇരിക്കും പൂവൻ കോഴിട്ടോ. അപ്പൊ ഇതിന്റെ കോഴി നിങ്ങൾ ഇവിടുന്ന് വാങ്ങാൻ കിട്ടും, കറി വെക്കാൻ കിട്ടും. ഇവിടെ കറി വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ അടുത്തൊരാഴ്ച നിങ്ങളും ചാടി നിൽക്കും, കൂവില്ല, പേടിക്കണ്ട. ഓക്കെ, നാടൻ കോഴി ഇവിടെ നിങ്ങൾ വാങ്ങാൻ കിട്ടും. നിങ്ങൾ കൂട്ടിൽ നോക്കിയാൽ കാണാം, ഇതാ ഇലകൾ കൊടുത്തതാ. ഇലകളുടെ ബാലൻസ് കാണുന്നില്ല, കോഴികൾ തിന്നതിന്റെ ബാലൻസ്. എല്ലാ ദിവസവും ഇലകൾ കൊടുക്കും. അവിടെ കാണാം, ഇലകൾ കാണാം കോഴികളുടെ. ഇതാണ് നമ്മുടെ ഇൻക്യുബേറ്റർ. 1234 മുട്ടകൾ ഒരേ സമയത്ത് വെക്കാൻ പറ്റും. ഇതിനകത്ത് ഇപ്പൊ വിരിഞ്ഞു വരുന്ന ഈ മുട്ട വിരിഞ്ഞു വരികയാണ്. 1234 കുഞ്ഞുങ്ങൾ ഒരേ സമയത്ത് നമുക്ക് മുട്ട വെക്കാൻ പറ്റും. 24 അത്രയും വിരിയുമെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും പെട്ടെന്ന് കൺട്രോൾ, കാരണം ഇത് പെട്ടെന്ന് നടക്കും. കാരണം ഇതിന്റെ ചൂട് ടെമ്പറേച്ചർ കൺട്രോൾ ആയതുകൊണ്ട്. അവിടെ ഇപ്പൊ നീ കാണുക, ഇത് വിരിഞ്ഞു വരികയാണ്. ഇത് വിരിഞ്ഞ് പൊട്ടി വരുന്നുണ്ട്. ഓക്കെ, ഇനി വിരിഞ്ഞ കുഞ്ഞുങ്ങൾ 10 ദിവസം നമ്മൾ പുറകിലോട്ട് നോക്കിയാൽ കാണാം. വിരിഞ്ഞ കുഞ്ഞുങ്ങൾ അവിടെ കാണാം. 10 ദിവസം നമ്മൾ ചൂട് കൊടുക്കും. അവിടെ പോയി കണ്ടോളൂ. കോഴി കുഞ്ഞുങ്ങളെയും ഇവിടെ ആവശ്യക്കാർക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. കോഴി മുട്ട വാങ്ങാൻ കിട്ടുന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ യൗവനം കാത്തു സൂക്ഷിക്കുന്ന പഴങ്ങളിൽപ്പെട്ട ഒരു പഴം. ഇതിനകത്ത് പാകമായത് പറിച്ച് കഴിക്കാവുന്നതാണ്. പക്ഷേ ചിലപ്പോൾ ഇതിനകത്ത് പാകമായുള്ള ഒരു പ്രശ്നം, അകത്ത് ചിലപ്പോൾ പുഴുക്കൾ ഉണ്ടാവും. പക്ഷെ ഓർഗാനിക് ആയിട്ട് അകത്തുള്ള പുഴുക്കൾ കഴിക്കാവുന്നതാണ്, പ്രശ്നമുള്ളതല്ല. ഇത് നിങ്ങളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ
നല്ല വെണ്ണയുടെ ടേസ്റ്റ് ആയിരിക്കും ഇതിനുണ്ടാവുക. സംശയമുള്ളവർക്ക് കഴിച്ചു നോക്കിക്കോളൂ. ഞാൻ പറഞ്ഞ തെറ്റാണ്. ഇവിടെ കഴിച്ചാൽ ചിലപ്പോൾ ഫുള്ള് എടുത്തു കഴിഞ്ഞാൽ അകത്ത് പോയി ഉണ്ടെങ്കിൽ കഴിക്കൂല, പക്ഷെ ഞാൻ കഴിക്കും. വെണ്ണയുടെ ടേസ്റ്റ് അല്ലേ. ഇതിന് എലന്തപ്പായം എന്നൊരു പേരുണ്ട്, അച്ചാറിടാറുണ്ട്. പണ്ട് സ്കൂളിലൊക്കെ പോയപ്പോൾ കിട്ടിയിട്ടുണ്ടാവും, കഴിച്ചോളൂ. അതാ ഞാൻ പറഞ്ഞത്. പേടിക്കണ്ട 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 പേടിക്കണ്ട, ഞാൻ ആദ്യമേ പറഞ്ഞില്ല, ഞാൻ കഴിച്ച് കാണിച്ചു. പുഴു പ്രശ്നക്കാരനല്ല. ഇതാ ബാക്കിയല്ല, എലന്തപ്പായ എന്ന പേരുണ്ട്, ജുജിപ്പി. ഓക്കെ, കേട്ടില്ലേ? അദ്ദേഹത്തെ എല്ലാ ഗുണങ്ങളുള്ളതാണ്. ഇതാണ് ആ മരം ഞാൻ നേരത്തെ പറഞ്ഞു. ഉണ്ടാവും നാട്ടിൽ പണ്ട് കുട്ടിക്കാലത്തൊക്കെ ഒരു പാക്കറ്റ് ചെറിയൊരു കറുത്തിങ്ങനെ വന്ന ഓർമ്മയില്ല, എലന്തപ്പായത്തിന്റെ അച്ചാർ. അതാണ് സാധനം. പുളിഞ്ചി ശരിക്കും കറുത്തതില്ല, പുളിഞ്ചി മോഡൽ ഉണ്ടാവും, അതിന് കുരു ഉണ്ടാവും. അതെ 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 അതെ. പോളി ഹൗസ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്ന സംഭവമാണ്. ഇത് എന്തിനാണ് ഇങ്ങനെ ഉണ്ടാക്കുക എന്നറിയാവോ? അതായത് കാലാവസ്ഥ മാറ്റം കൊണ്ട് ചെടികൾക്ക്, കഠിനമായ ചൂടാവട്ടെ, മഴാവട്ടെ, കാറ്റാവട്ടെ, അത്തരം പ്രശ്നങ്ങൾ കൊണ്ട് ചെടികൾക്ക് പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് കൃഷി ചെയ്യുന്നത്. തക്കാളിയും കുക്കമ്പറുമാണ്. കുക്കമ്പറിന്റെ ഒരു സീസൺ കഴിഞ്ഞ് രണ്ടാമത്തെ തൈകൾ കാണാം. തക്കാളി ഇപ്പോൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്, അത് വീണ്ടും പുതിയത് വെക്കും. അപ്പോൾ നിങ്ങൾ അതിനകത്ത് കയറുമ്പോൾ അത് മഞ്ഞ കളർ, അതായത് അവരെ ആയുസ് തീരുകയാണ്. അകത്ത് കയറി കാണാം. ആരെങ്കിലും അതിൽ നിന്ന് പറിക്കാൻ, ഓരോന്ന് വെച്ചിട്ട് പറിക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല, കഴിച്ചോളൂ. പക്ഷെ വല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വിൽപ്പന ഉണ്ട്. ഓക്കെ, ഇതിന്റെ ഡ്രിപ്പ് ഇറിഗേഷൻ കണ്ടോ കേട്ടോ. താഴെ നനക്ക സിസ്റ്റം നിങ്ങൾക്ക് കാണപ്പം, അതിന് നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയിൻ അത് തന്നെയാണ്. ഇത് ഫുള്ളി ടെമ്പറേച്ചർ കൺട്രോൾഡ് ആണ്. ഇതിനകത്ത് പോളി ഹൗസ്, ഗ്രീൻ ഹൗസ്. അതിനകത്ത് ഓട്ടോമാറ്റിക് തന്നെ എക്സോസ്റ്റ് ഫാൻ സിസ്റ്റം ഉണ്ടാവും. പിന്നെ അവിടെ ഒരു വാട്ടർ സപ്ലൈ ഓട്ടോമാറ്റിക്, അതായത് അന്തരീക്ഷത്തിൽ ആ ഒരു ടെമ്പറേച്ചർ നിലനിർത്താൻ വേണ്ടിയിട്ട്. അത് അധികമായി കഴിഞ്ഞാൽ എക്സോസ്റ്റ് ഫാനിന്റെ സൗകര്യത്തോട് കൂടിയിട്ട് ടെമ്പറേച്ചർ കൺട്രോൾ ആക്കി കൊടുക്കും. പിന്നെ നനക്ക് കംപ്ലീറ്റ് ഡ്രിപ്പ് ഇറിഗേഷൻ ആണ്. നമ്മൾ ഇതിനകത്ത് വളങ്ങളായിട്ട് ചാണകം, പശുവിന്റെ മൂത്രമൊക്കെ മിക്സായി അത് മാത്രമാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കും ഡ്രിപ്പ് ഇറിഗേഷൻ. അവിടെ ടാങ്ക് ഉണ്ട്, മോട്ടർ ഉണ്ട്, അവിടെ ഓട്ടോമാറ്റിക് ഇങ്ങനെ വന്നോളൂ. അവിടെ ഒരു വാൾവ് തുറന്നു കഴിഞ്ഞാൽ മതി, കുറേശ്ശെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് 50 സെന്റിമീറ്റർ വെച്ച് കഴിഞ്ഞിട്ട് ഇതിന്റെ ഹോൾ ഓൾറെഡി ഉണ്ടാവും. നമുക്ക് കണ്ടോ, ഓരോ 50 സെന്റിമീറ്റർ. ഇത് ഈ പൈപ്പാണ് ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുക, എന്നിട്ട് ആ ഹോൾ അനുസരിച്ചിട്ടാണ് വിത്തിടുക. കാരണം അവിടെ വെള്ളം കിട്ടണമല്ലോ. പൈപ്പാണ് ഫസ്റ്റ് സെറ്റ്. അല്ല, അത് പുറത്ത് വാൾവുണ്ട്. ഫസ്റ്റ് കാണുന്നത് ബഗ്ദൂനാസ് എന്ന അറബിയിൽ അറിയപ്പെടുന്ന പാസ്ലി കൊണ്ട് നമുക്കിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂറിക് ആസിഡിന്റെ പ്രശ്നമുള്ളവർക്ക് തിളപ്പിച്ച് കുടിച്ചാൽ മതി. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, തിളപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒക്കെ വല്ലതും നിങ്ങൾ മറന്നേക്കണം എന്നുള്ളത്. യൂറിൻ ട്രാക്കിൽ എവിടെ ആയിട്ട് മൂത്രക്കല്ല് പറയാറുണ്ടല്ലോ, കിഡ്നിയിലാവട്ടെ ബ്ലേഡറിലാവട്ടെ, അത്തരം പ്രശ്നമുള്ളവർക്ക് തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ മതി. മല്ലിച്ചപ്പ് പോലെ തന്നെ കാണാനുണ്ടാവുക. ഇതിനകത്ത് കൃഷി ചെയ്യുന്നത് കാബേജ്, പയറ്, ചുവന്ന ചീര, പിന്നെ പച്ചമുളക്, കയ്പ, ബഗ്ദൂനാസ്, അതായത് പാസ്ലി, ഇത്തരം സാധനങ്ങളൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഈന്തപ്പനക്ക് നമുക്ക് മാനുവൽ പോളിനേഷൻ ചെയ്യണം. അപ്പൊ ആൺപൂവിനെ കൊണ്ടുവന്നിട്ട് അതിന്റെ പൊടി എടുത്തിട്ട് പെൺപൂവിൽ വെച്ചിട്ട് അത് കവർ കൊണ്ട് കെട്ടി വെക്കും കുറച്ച് ദിവസം, പറന്നു പോയിരിക്കാൻ. പിന്നെ ഒരു നിശ്ചയ ദിവസം കഴിഞ്ഞാൽ ആ കവർ എടുത്ത് മാറ്റിയിട്ട് പിന്നെ നിങ്ങൾ റോട്ടിൽ കാണുന്നുണ്ടാവും ഒരു പച്ച നെറ്റ് ഇടുന്നത്. ആ നെറ്റ് ഇട്ടിട്ട് കെട്ടി വെക്കും. അത് കായ താഴോട്ട് വീണു പോകാതിരിക്കാനും അല്ലാണ്ട് എലി പോലത്തെ ഒന്നും അതിനകത്ത് പോയിട്ട് ആക്രമിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ, ഏതാണ്ട് ജൂൺ ജൂലൈ മുതൽ ഇതിന്റെ വിളവെടുത്ത് തുടങ്ങും. ഇവിടെ നമുക്ക് 12 ടൈപ്പ് ഈത്തപ്പനുണ്ട്. ആടിന് തീറ്റ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ആടുകളൊന്നും പട്ടിണിയല്ല, പക്ഷേ ഞങ്ങൾ ഇത് തന്നെ പുല്ല് കൊടുക്കും. ഇതേ പുല്ല് നിങ്ങൾക്കും കൊടുക്കാം. നിങ്ങൾക്ക് അകത്ത് കൊണ്ടു കൊടുക്കാം, വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം. പക്ഷെ നിങ്ങൾ കൊടുക്കുമ്പോൾ ഒരു കെട്ട് പുല്ലിന് 5 ദിർഹം ചാർജ് ചെയ്യും. ഓക്കെ, നമ്മളിവിടെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന കുഴിയാണ്. നമുക്കിവിടെയുള്ള ആട്ടിൻ കാഷ്ടം, കോഴിക്കാഷ്ടം, മാന്റെ കാഷ്ടം, പൂവ്, ഇല എല്ലാം കൊണ്ട് ഇതിനിടും. ഇതിനകത്ത് ഇവിടെ വന്ന ഏതോ ഒരു ഗസ്റ്റാണ് ഇതിനകത്ത് ഈ ഇലകൾ ഇട്ട്, ഞങ്ങൾ ഇടുന്നതല്ല കേട്ടോ. ഓക്കെ, ഇത് തന്നെ ഇതിന് വെള്ളം കൊടുത്തിട്ട് ഒരു മാസം കഴിയുമ്പോൾ കമ്പോസ്റ്റ് ആയിട്ട് മാറും, ഇതുപോലെ വരും. അത് നമ്മൾ ചെടികൾക്ക് കൊടുക്കും. പിന്നെ അദ്ദേഹത്തിന്റെ പിറകിലുള്ളത്, ഇത് കിസീസിലാണ് പശുവിന്റെ ഫാം ഉള്ളത്. പശുവിന്റെ മൂത്രം മിക്സായ ചാണകമാണിത്. അതായത് യൂറിയക്ക് പകരം ഞങ്ങൾ കൊടുക്കുന്നത് പശുവിന്റെ മൂത്രമാണ്. ഇവിടെ നിങ്ങൾക്ക് ഈന്തപ്പനയുടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ പശുവിന്റെ ചാണകം തന്നെ ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾ ഏത് ഫാമിൽ പോയാലും ഒരു പക്ഷേ ഇത് കണ്ടോളണമെന്നില്ല, ഈന്തപ്പനയ്ക്ക് വരെ ചാണകം കൊടുക്കുന്ന ടീമിനാണ്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളോട് നീട്ടി വലിച്ചോളാൻ പറയുന്നത്. ഓക്കെ, ഇവിടെ നിന്നുള്ള ഓക്സിജൻ നിങ്ങൾ മിസ്സാക്കരുത്. തണ്ണിമത്തൻ അറിയാലോ, എന്താണ്? വാട്ടർ മിലൻ. പക്ഷേ നമ്മളെല്ലാവരും ഇതിൻ്റെ അകത്തുള്ള ചോപ്പ് കഴിച്ചിട്ട് തൊലി കളയാറാണ്.
ഇതിന്റെ തൊലി പുറമെയുള്ള അതികട്ടി കഴിഞ്ഞാൽ തോരൻ വെച്ച് കഴിഞ്ഞാൽ വെള്ളരി പോലെ കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. ഇതിന്റെ ഗുണങ്ങളും ഉള്ളതാണ്, അറിയല്ലേ? അദ്ദേഹം കഴിക്കാറുണ്ട്. ഓക്കെ, ഇത് ഫിഗ്, അത്തിപ്പായം എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. മലബന്ധത്തിന് നല്ലതാണ്, ഫിസ്റ്റുല മൂലക്കുരു പോലെ അസുഖങ്ങൾക്ക് നല്ലതാണ്. അതായത് ഒരു 3 കായ എടുക്കുക, വെള്ളത്തിലിട്ട് വെക്കുക, വൈകുന്നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ ആ കായും വെള്ളവും കുടിക്കുക. അതുപോലെ രാവിലെ ഇട്ട് വെച്ചിട്ട് വൈകുന്നേരവും കഴിക്കുക. വെറും വയറ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതെങ്ങനെയാണ് അങ്ങനെ ഒന്നല്ലാവുക? ഒന്നും കഴിക്കാതെ ഉള്ളത് തെറ്റാണ്. 10 ആക്കണം. അതായത് നമ്മളൊരു ഭക്ഷണം കഴിഞ്ഞിട്ട് പച്ചവെള്ളമല്ലാത്ത ഒന്നും കഴിക്കാത്ത 10 മണിക്കൂർ കഴിഞ്ഞുള്ള വയറാണ്. അതായത് വൈകുന്നേരം 7 മണിക്ക് ഭക്ഷണം കഴിച്ചു, രാവിലെ 5 മണിക്ക് വെറും വയറാവും. പക്ഷെ അതിന്റെ ഗ്യാപ്പിൽ പച്ചവെള്ളം അല്ലാത്ത ഒന്നും, ചെറുനാരങ്ങ വെള്ളം കുടിച്ചാൽ പോയി, പച്ചവെള്ളം മാത്രമേ കുടിക്കാറ്. അങ്ങനെ 10 മണിക്കൂർ വ്യത്യാസം വന്നതാണ് വെറും വയർ. ഓക്കെ, അത് വെറും വയർ കുടിക്കണം ഞാൻ രാവിലെ വൈകുന്നേരം കുടിക്കാനുള്ളതല്ല. ഈ ഗ്യാപ്പിലാണ് നമ്മൾ വെറും വയറ്റ് കുടിക്കാൻ പറഞ്ഞാൽ കുടിച്ചിട്ട് കാര്യമില്ല. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കപ്പുണ്ട്, ചേനുണ്ട്, ചേമ്പുണ്ട്, മഞ്ഞളുണ്ട്, പിന്നെ കൂർക്ക, കാച്ചില്, വായ, പേരക്ക, മാങ്ങ, പപ്പായ എല്ലാം ഇതിനകത്തുണ്ട്. വന്നോളൂ. പിന്നെ യാസ് എന്ന് പറയുന്ന റോസ്മേരി പരിചയപ്പെടുത്താം. ഇതാണ് ഇപ്പൊ എന്റെ പിറകിലുള്ള ആള് മൈലാഞ്ചി അല്ലേ ഞാൻ ചോദിച്ചു. ആ ചോദിച്ച ആൾ എവിടെ? ഇതാ ഒന്ന് മണക്കൂ. ഒരു മൈലാഞ്ചിയാണോ നിങ്ങൾ പറയൂ. ഓക്കെ, ഇത് മണത്ത് നോക്കിക്കോളൂ. ഇത് ഫുഡിന് നമുക്ക് നല്ല ഇത് കിട്ടാൻ ബ്യൂട്ടി ഓയിലൊക്കെ ഉണ്ടാക്കും. യാസ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മിട്രസ് എന്ന് പറയുന്ന സാധനമാണ്. നിങ്ങൾ മണത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്റെ ജസ്റ്റ് ഒന്ന് മണത്താൽ മതി. നല്ല മണമുണ്ടല്ലേ? മണത്തോ? മണമുണ്ടല്ലേ? ഓക്കെ, ഇതാണ് യാസ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇത് നമ്മുടെ തൊണ്ടക്കകത്ത് പഴുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഗാർഗിൾ ചെയ്യാൻ പറ്റും. പ്രോസ്റ്റേറ്റിന് നല്ലതാണ്. എല്ലാം പറ്റിയതാണ് ഈ സാധനം. ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന സ്മെല്ലിന് വേണ്ടിയിട്ട്. പിന്നെ ബ്യൂട്ടി ഓയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇത് കർക്കര അല്ലെങ്കിൽ പുളിവണ്ട, മത്തിപ്പുളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമാണ്. അറബികൾ ചായ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനം. ഈ മേഡത്തിന് അറിയാലോ അത്. ഇത് അതിന്റെ പിറകിലൊന്ന് പരിചയപ്പെടുത്താൻ മറന്നുപോയി. റൈഹാൻ എന്ന് പറയുന്ന ചെടിയാണ് പിറകിലുള്ളത്. അതായത് നമ്മളിവിടെ പലപ്പോഴും ജ്യൂസ് വാങ്ങി കുടിക്കുമ്പോൾ അതിനകത്തൊരു ബേസിൽ സീഡ് കാണുന്നത്, അതായത് ഈ ജലാറ്റിൻ മാതിരി, അതെ, ആ വിത്ത് ഉണ്ടാകുന്ന അതിന്റെ ആ ചെടിയിൽ നിന്നാണ് അതിന്റെ വിത്ത് എടുക്കുന്നത്. ഇതാണ് റോസ്മേരി. അതായത് റോസ്മേരി എന്ന് ചോദിച്ചത് ഹണി റോസ് അല്ല, റോസ്മേരിയാണ്. ഓക്കെ, റോസ്മേരി അറിയാലോ, പറഞ്ഞല്ലോ, ബ്യൂട്ടി ഓയിലിനും ഫുഡിനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് രാമതുളസി, മറ്റേത് കൃഷ്ണ തുളസി. ഓക്കെ, മറ്റേ ശീമക്കൊന്ന എന്നൊക്കെ അറിയപ്പെടുന്ന സാധനം, അതിന്റെ കൊമ്പ് കൊണ്ടുവന്ന് കുത്തിയതാണ്. ഇതൊക്കെ ശരിക്കും ദുബായിൽ ഉണ്ടാക്കി കിട്ടിക്കഴിഞ്ഞാൽ അത്ഭുതം തന്നെയാണ്. കൊതുകിന് ഓടിക്കാൻ ഏറ്റവും നല്ല സാധനമാണ്. അതിനപ്പുറം നമുക്ക് ഏത് ചെടികൾക്കും വളത്തിന് വേണ്ടി പണ്ടേ നാട്ടിൽ ഉപയോഗിക്കുന്ന സാധനമാണ് ശീമക്കൊന്ന. ഇതിന് കോഴിക്കോട്ടുകാരെങ്കിലും ഉണ്ടോ? മലപ്പുറത്ത് വളച്ചെടി എന്നാണോ പറയാന്ന് അറിയില്ല. ശീമക്കൊന്ന പോലെ. അതായത് ഇതിന്റെ പൂവൊക്കെ നല്ല രസം ഉണ്ടാവും. നമ്മൾ ശരിക്കും പണ്ട് ഉപയോഗിച്ചിരുന്നത് വേലി അതിർത്തി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതിന്റെ ഫ്ലവർ നല്ല രസം ഉണ്ടാവും കാണാൻ. ഇതൊക്കെ ഉണ്ടായി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഇത് പിന്നെ അൽഫ എന്ന് പറയുന്ന ഒട്ടകത്തിനൊക്കെ കൊടുക്കുന്ന ചെടിയാണ്. അത് ഇവിടെ നമ്മൾ ഏതെങ്കിലും ചാണകമൊക്കെ ഇടുമ്പോൾ വന്ന് ഉണ്ടാവുന്നത്, നമ്മൾ ഉണ്ടാക്കിയതല്ലേ. ഓട്ടോമാറ്റിക് ഇഞ്ചി മഞ്ഞളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വിത്തൊക്കെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എനിക്ക് കടത്തി തരുന്നത് എന്റെ ഉമ്മ തന്നെയാണ്. അപ്പൊ ഊഹിക്കാമല്ലോ ഉമ്മയും ഒരു കർഷകനാന്നുള്ളത്. കപ്പ. ഇത് പപ്പായയുടെ തൈകൾ ഉണ്ടാക്കുകയാണ് വിത്തിൽ നിന്നും. പപ്പായ കയറുന്നാല് കയറും. കയറുന്ന കയറിക്കോ, എനിക്ക് പിന്നെ കയറാം. ഇല്ലല്ല, ഇടിച്ചിടൊന്നുമില്ല, അത് ഓടിയുള്ളൂ. വേഗം കയറൂ. മോള് കയറുന്നോ? അത് മാനായതുകൊണ്ടാ ചാടി ചാടി കളിക്കുന്നത്. ഒരു മിനിറ്റ്. ഇപ്പൊ നമ്മളിവിടെ ഓർഗാനിക് ആണ്, ഒരു കെമിക്കൽ പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്നില്ല, ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞാലും ചിലർക്ക് ചില സംശയം ബാക്കിയുണ്ടാവും. ഇവിടെ ഞങ്ങൾ പോയിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. കണ്ടോളൂ, ഇത് കുപ്പിയാണ്. അത് പ്ലാസ്റ്റിക് അല്ല, ഗ്ലാസ് കുപ്പി. ഇത് സസ്യസൗഖ്യ എന്ന് പറയും. ഹോമിയോ ഹെർബൽ മെഡിസിന് നാട്ടിലെ മറ്റേ ആസാദ് ചെറിയാൻ സാർ ഉണ്ടാക്കുന്നതാണ് ഈ സാധനം. നാട്ടിൽ നിന്നും ഇവിടെ എത്തിക്കുകയാണ്. ഇതാ ഇതിന്റെ നമ്മൾ ഇവിടെ കാണുക. ഇത് ഒന്ന് സസ്യസൗഖ്യ. ഇത് 2 തുള്ളി 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാനുള്ള ഒന്ന്. രണ്ടാമത്തെ നോക്കിക്കോളൂ, വെജ് ഗാർഡ് എന്ന് പറയുന്നത്. ഇത് പെസ്റ്റിസൈഡ് ആണ്. ഹോമിയോ ഹെർബൽ സൈഡ് കാണാം.
ഹോമിയോ ഹെർബൽ മെഡിസിൻസേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇവിടെ നോക്കിക്കോളത്, ഇതെല്ലാം ഫുള്ള് ഇപ്പം കുടുംബം വന്നപ്പോ കൊണ്ടുവന്നതാണ്. 36 പീസിൽ ഇപ്പൊ 21 ചെറുതും 6 വലുതും വന്നു. ബാക്കി ഇന്ന് അനിയന്റെ കുടുംബം വരുമ്പോ അവർ കൊണ്ടുവരും, നാട്ടിൽ നിന്ന് എത്തി. അതുപോലെ തന്നെ വിത്തുകൾ കണ്ടോളൂ, നാട്ടിലാണ് വിത്തുകൾ. അതാണ് ഞാനിട്ട് ഓർഗാനിക് പറച്ചിൽ നമുക്ക് എന്തും പറയാം, പക്ഷെ ഇവിടെ നമുക്ക് കാണിച്ചു തരികയാണ്. ഇപ്പൊ നമ്മൾ കോഴിക്കോട്ട് നിങ്ങൾ കൊണ്ടുപോകുന്നതിനാ പലരും കൊണ്ടുപോയിക്കൊള്ളണമെന്നില്ല. നമ്മൾ കോഴിക്ക് കൊടുക്കുന്ന തീറ്റ നിങ്ങൾ കാണണം, അല്ലാണ്ട് ഇത് ഓർഗാനിക് മുട്ട എന്ന് പറഞ്ഞാൽ പോലും. നമ്മൾ ഓരോ ദിവസം ഓരോ ഇലകൾ കോഴിക്ക് കൊടുക്കുന്നുണ്ട്. പപ്പായന്റെ ഇല, മുരിങ്ങയുടെ ഇല, കറിവേപ്പിന്റെ ഇല, പുതിന, മല്ലിച്ചപ്പ്, പാത്ലി, പച്ചപ്പുള്ള പുല്ലുകൾ, അങ്ങനെ എല്ലാം മാറി മാറി കൊടുക്കാൻ. ഇതെല്ലാം നിങ്ങൾക്ക് കാണും, ഉപയോഗിക്കുന്ന മരുന്നുകൾ കാണും. പിന്നെ നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ മരുന്ന്, നമ്മൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഈ കല്ലുപ്പ് അത് വെച്ചിട്ടുണ്ടാക്കും. പിന്നെ വിനാഗർ, ബേക്കിംഗ് സോഡ, പഞ്ചസാര, ഈസ്റ്റ് എല്ലാം ഇട്ടിട്ട് ബാക്ടീരിയ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്ലൈ ചെയ്യും. എൻ്റെ പേര് അബ്ദുൽ ഷുക്കൂർ, കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളിക്കടുത്ത് എളേറ്റിൽ വട്ടോളിയാണ്. ഞാനിപ്പോൾ ഇവിടെ UAE 28 വർഷമായി. 25 വർഷം ഞാനൊരു തേയില കമ്പനിയിലായിരുന്നു ജോലി ചെയ്തത്. പക്ഷേ 2008 മുതൽ തന്നെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെയും നമുക്ക് നാട്ടിലെ പോലെ കൃഷികൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇപ്പോൾ ഈ ഫാം ഞങ്ങളുടെ കയ്യിലെത്തിയിട്ട് ഏതാണ്ട് 1 വർഷമാവുന്നേ ഉള്ളൂ. ഇതിനകത്ത് ഞങ്ങൾ കംപ്ലീറ്റ് ഫുള്ളി ഓർഗാനിക്കാണ്. ഒരു കെമിക്കൽ ഫെർട്ടിലൈസറോ പെസ്റ്റിസൈഡോ ഉപയോഗിക്കാത്ത രീതിയിൽ ജൈവ രീതിയിൽ കൃഷി ചെയ്യുകയാണ്. ഇവിടുത്തെ ഈന്തപ്പനക്ക് പോലും ഞങ്ങൾ കൊടുക്കുന്നത് പശുവിൻ്റെ ചാണകം, മൂത്രം മിക്സായ ചാണകമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മളെല്ലാം കൃഷി ചെയ്യുന്നത് വരുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. തീർത്തും വിശ്വസിച്ച് വാങ്ങി കഴിക്കാവുന്നതാണ്, ഒട്ടും കെമിക്കൽ ഇല്ലാത്ത. പിന്നെ ഈ അന്തരീക്ഷത്തിന് ഞങ്ങൾ പറയുന്നത് നല്ല ഓക്സിജൻ നിങ്ങൾക്ക് ശ്വസിക്കാം, ധൈര്യമായിട്ട് ശ്വസിക്കാം. ഒരൊറ്റ വരവ് ഈ ഫാമിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരാഴ്ചത്തേക്കുള്ള ഓക്സിജനും വൈറ്റമിൻ ഡിയും, അതായത് ഒന്നിവിടെ സന്ദർശിക്കുക, സന്തോഷവും സമാധാനവുമായിട്ട് ആരോഗ്യവുമായിട്ട് തിരിച്ചു പോവുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എമിറേറ്റ്സ് ഓർഗാനിക് ഫാമിലോട്ട് സ്വാഗതം.